ജീവിതത്തിൽ അള്ളാഹുവിന്റെ തൃപ്തി കിട്ടുന്ന, മരിക്കുമ്പോൾ സ്വർഗമല്ലാതെ മറ്റൊന്നും കണ്ട് മരിക്കാത്ത, പരിശുദ്ധമായ കലിമ പറഞ്ഞ് മരിക്കാൻ കഴിയുന്ന, എത്ര പാപങ്ങൾ ചെയ്താലും അള്ളാഹു പുറത്തു തരുന്ന, സ്വർഗം നിങ്ങൾക്ക് നിർബന്ധമാക്കി തരുന്ന ഒരു അത്ഭുതത്തിന്റെ ദിക്റുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ നമ്മൾ പലരും മറന്നുപോകുന്ന ആ ഒരു ദിക്റിനെ പറ്റിയാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പഠിക്കുവാനും പകർത്തുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റാഹത്തല്ലേ? അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം തന്ന സർവേശ്വരനായ പടച്ച തമ്പുരാൻ സർവ്വസ്തുതികൾ എല്ലാവരും ഹംദ് പറഞ്ഞ് അള്ളാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, പഠിച്ചിട്ടുണ്ട്, പഠിക്കാനുമുണ്ട്. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന ആശയവുമായി വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ ചാനലിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മളൊരു ദുആ പഠിക്കാൻ പോവാണ്, ഒരു ദിക്ർ നമ്മൾ പഠിക്കാൻ പോവാണ്. ഇൻഷാ അല്ലാഹ് എല്ലാ ചൊവ്വാഴ്ചകളിലും ദിക്റുകൾ, ദുആകളാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലേ? അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസ പ്രതിസന്ധികളില്ലാത്ത മനുഷ്യരില്ല, ഉണ്ടോ? കടങ്ങളാകട്ടെ, രോഗങ്ങളാകട്ടെ, ബുദ്ധിമുട്ടുകളാകട്ടെ, അങ്ങനെ തുടങ്ങി ഒരുപാട് സങ്കടങ്ങളുടെ, നൊമ്പരങ്ങളുടെ വലിയ ഭാണ്ഡവുമായി നടക്കുന്നവരാ നമ്മൾ. എന്നാൽ മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ സുബഹി നമസ്കാരം കഴിഞ്ഞ് 3 വട്ടം ഈ ദിക്ർ ചൊല്ലിയാൽ, ഒരാൾ 3 വട്ടം മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് ഈ ദിക്ർ ചൊല്ലിയാൽ അവന് കിട്ടുന്ന പ്രതിഫലം, മോനെ സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, അവന്റെ പ്രതിഫലങ്ങൾ പർവ്വത സമാനമാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ഭുതത്തിന്റെ ദിക്റാണ്. ഞാൻ വേഗം ഒന്ന് പറഞ്ഞു പോകാം നേട്ടങ്ങൾ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്നാമത്തത്, അള്ളാഹിന്റെ റസൂല് പറയാണ്, ഈ ദിക്ർ നിത്യമാക്കുന്നവൻ അള്ളാഹു അവനെ കൊണ്ട് തൃപ്തിപ്പെടുമെന്നാണ്. അസ്ഹാബുൽ ബദർ, അസ്ഹാബുൽ ഉഹദ്, അങ്ങനെ തുടങ്ങിയുള്ള സ്വഹാബത്തിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞ എന്താ? റളിയല്ലാഹു അൻഹും വറളു അൻഹും. അവർ അള്ളാഹിനെ കൊണ്ട് തൃപ്തിപ്പെട്ടു, അള്ളാഹു അവരെയും കൊണ്ട് തൃപ്തിപ്പെട്ടു എന്നാണ്. ആ ഒരു പദവിയിലേക്ക് അള്ളാഹിന്റെ തൃപ്തിയുണ്ടെങ്കിൽ അവന് പേടിക്കേണ്ടതില്ല. ദുനിയാവ് പേടിക്കണ്ട, ഖബർ പേടിക്കണ്ട, പരലോകം പേടിക്കണ്ട, നരകം പയക്കുകയേ വേണ്ട, സ്വർഗം ഉറപ്പാണ്. അങ്ങനെ അള്ളാഹുവിന്റെ തൃപ്തിയുണ്ടെങ്കിൽ കച്ചവടത്തിൽ ബറക്കത്ത്, മക്കളിൽ ബറക്കത്ത്, വാഹനത്തിൽ ബറക്കത്ത്, വീട്ടിൽ ബറക്കത്ത്, കടങ്ങൾ ഉണ്ടാകൂല, പ്രയാസങ്ങൾ ഉണ്ടാകൂല, രോഗങ്ങൾ ഉണ്ടാകൂല. അവൻ പിടിക്കുന്ന കൈ റബ്ബാകും, അവൻ നടക്കുന്ന കാല് റബ്ബാകും, അവന്റെ ചിന്തകളൊക്കെ റബ്ബാകും. ഈമാൻ കൊണ്ട് അവന്റെ ഖൽബിലെങ്കും മുഖം പ്രകാശിക്കും. അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നതിന്റെ, തൃപ്തിപ്പെടുന്നതിന്റെ അടയാളമാണ്. ഇബാദത്തുകളിൽ മാധുര്യമുണ്ടാകും. അതിനെന്താ വേണ്ടേ? ഈ ചെറിയ ദിക്ർ ഒരു 3 വട്ടം രാവിലെയും വൈകുന്നേരവും പതിവാക്കിക്കോളിൻ. നിങ്ങളുടെ ഹൃദയം പ്രകാശിക്കും, അള്ളാഹു നിങ്ങളെ തൃപ്തിപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തത്, അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന മാത്രമല്ല, റബ്ബ് അവനെ ഏറ്റെടുക്കുമെന്നാണ്. അള്ളാഹു ഒരാളെ ഏറ്റെടുത്താൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഫലം യുഅദ്ദിബുഹു അബദ, പിന്നെ അവന് പേടിക്കാനില്ലെന്നാണ്. അള്ളാഹു ഏറ്റെടുത്താൽ പിന്നെ നമുക്ക് പറയാനുണ്ടോ? നമ്മൾ പറയില്ലേ, ആ കുട്ടിയുടെ കാര്യം ഞാൻ ഏറ്റെടുത്തു, അല്ലെങ്കിൽ ഓന്റെ കാര്യം ഞാൻ ഏറ്റെടുത്തു, ഓളുടെ കാര്യം ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ആ കുട്ടിയെക്കുറിച്ച്, അവരെ കുറിച്ച് പേടിക്കാനില്ല. അതുപോലെ റബ്ബ് ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെയാണ് സങ്കടപ്പെടാനുള്ളത്? നമുക്ക് പിന്നെ എവിടെയാണ് വിഷമിക്കാനുള്ളത്? നമുക്ക് പിന്നെ എവിടെയാണ് നൊമ്പരപ്പെടാനുള്ളത്? അള്ളാഹു നമ്മളെ ഏറ്റെടുത്താൽ പിന്നെ നമുക്കൊന്നിലും ഭയപ്പെടാനില്ല, വിഷമിക്കാനില്ല. നമ്മുടെ സങ്കടങ്ങൾ അവിടെ തീർന്നു എന്ന് വിധി എഴുതണമെന്ന് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ. മൂന്നാമത്തെ നേട്ടം, പാപങ്ങളെ തൊട്ട് വിലക്കാണ്. പാപങ്ങളെ തൊട്ട് വിലക്കും, ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കുകയും പാപത്തിൽ നമ്മെ അകറ്റിക്കളയുകയും ചെയ്യുമെന്ന്. അതാണ് നമുക്ക് വേണ്ടത്, ഇല്ലേ? നമ്മൾ പാപം ചെയ്യും. ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ ബലഹീനനാണ്, ഉറപ്പാണ്. മനുഷ്യ തെറ്റുകളൊക്കെ ചെയ്യും, ഇല്ലേ? പക്ഷെ ആ തെറ്റുകൾ ചെയ്യുന്നവർ ആരാണ്? അള്ളാഹിന് ഇഷ്ടമുള്ളത് ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കുകയും അതിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുന്നവരാണ് റബ്ബിന് ഏറ്റവും ഇഷ്ടം. പക്ഷെ നമ്മൾ തെറ്റാണെന്ന് മനസ്സിലാക്കും, തൗബ ചെയ്യും, വീണ്ടും അത് തന്നെ ചെയ്യും. നമ്മൾ വീണ്ടും തെറ്റിലേക്ക് പോവാണ്. നമുക്ക് തെറ്റിൽ നിന്ന് അകലാൻ പറ്റുന്നില്ല. എന്നാൽ ഈ ദിക്ർ നിങ്ങൾ പതിവാക്കിക്കോളിൻ. തെറ്റിൽ നിന്ന് അള്ളാഹ് നിങ്ങളെ അകറ്റും, നിങ്ങളെ വിലക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തെറ്റിൽ നിന്ന് അകറ്റുന്ന, ഈമാൻ നിങ്ങളുടെ കൽബിലേക്ക് ഇട്ടു തരുന്ന അത്ഭുതത്തിന്റെ ദിക്റാണ് ഈ ദിക്റെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെയ്തു പോയ പാപങ്ങളെല്ലാം അള്ളാഹ് കഴുകിക്കളയുന്ന, പാപത്തിൽ നിന്ന് വിലക്ക്, തെറ്റ് ചെയ്യാനുള്ള മനസ്സല്ല തരൂല. അതാണല്ലോ നമുക്ക് ഇബ്ലീസ് നമ്മളിങ്ങനെ വഴിതെറ്റിച്ചു കൊണ്ടേയിരിക്കും. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, നമ്മുടെ വ്യക്തമായ ശത്രു അത് ഇബ്ലീസാണ്. എടാ നിസ്കരിക്കണ്ട, എടാ നോമ്പെടുക്കണ്ട, എടാ ആ പെണ്ണിനെ നോക്ക്, ഈ പെണ്ണെ നോക്ക്, നീ അത് ചെയ്, ഇത് ചെയ്, പലിശ വാങ്ങ്, നീ ലോട്ടറി എടുക്ക്, കള്ളു കുടിക്ക്, ഇതൊക്കെ ചെയ്യാൻ പറയും.
നമ്മുടെ ആ സാഹചര്യം കൊണ്ട് ചെയ്തു പോകും. പിന്നെ അല്ലോ ചെയ്യണ്ടായിരുന്നു, ഇബ്ലീസ് വഴിതെറ്റിക്കും. എന്നാൽ അതിൽ നിന്ന് വിലക്കാണ് ദിക്റെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തെ നേട്ടം ശപിക്കപ്പെട്ടവനായ പിശാചിൽ നിന്ന് രക്ഷയാണ്. അൽഹംദുലില്ലാഹ്. പാപത്തിൽ നിന്ന് വിലക്ക് വരണമെങ്കിൽ ആര് വേണ്ട? ഇബ്ലീസ് നമ്മുടെ ജീവിതത്തിൽ വരരുത്. ആ ഇബ്ലീസിനെ തടയിടാൻ ഈ ദിക്ർ കഴിയുമെന്നാണ്. ഇബ്ലീസിന് പ്രവേശനമില്ലാത്ത, ഇബ്ലീസിന് കൽബിൽ കയറാൻ കഴിയാത്ത അത്ഭുതത്തിന്റെ വൻമതിലാണ് ഈ ദിക്റെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്ലീസ് വിചാരിച്ച സ്വർഗത്തിന്റെ അവകാശം നരകത്തിലേക്ക് കൊണ്ടുപോകാം, അല്ലേ? ഉറപ്പാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇബ്ലീസിൽ നിന്ന് സംരക്ഷണം കിട്ടുന്ന അത്ഭുതത്തിന്റെ ദിക്ർ മാത്രമല്ല, അഞ്ചാമത് അള്ളാഹുവിന്റെ ഇഷ്ടം കരഗതമാക്കാൻ കഴിയും. ആറാമത്തത് അവന് സ്വർഗം നിർബന്ധമായി, സ്വർഗത്തിന്റെ ഇരിപ്പിടം കണ്ടിട്ടല്ലാതെ മരിക്കൂല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഏതാണെന്നല്ലേ ദിക്ർ? എന്റെ പ്രിയമുള്ളവരെ, മഹാനായ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയായ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു അധികമായി ചൊല്ലിയിരുന്ന ദിക്റാണ്, അധികമായി ചൊല്ലിയിരുന്ന ഒരു വാക്കാണ്. മഹാനായ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച പണക്കാരനായ സ്വഹാബിയാണ്. ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ മോനെ നീ പുതിയ വിശ്വാസിയായി ഞാൻ അറിഞ്ഞു, നിനക്ക് പറ്റിപ്പോയതാണ്, ഞാൻ ക്ഷമിക്കുന്നു, നീ മതത്തിൽ നിന്ന് മാറണം. മാറിയില്ല എങ്കിൽ എന്റെ സമ്പത്തൊന്നും ഞാൻ നിനക്ക് തരൂല, എല്ലാം നിനക്ക് ഞാൻ ഒന്നും തരൂല, എന്റെ സമ്പത്തിൽ ഒന്നും നിനക്ക് തരില്ല എന്ന് പറഞ്ഞപ്പോ ഉടുത്തിരുന്ന വസ്ത്രം എന്ന് പറഞ്ഞ ജീവിതത്തിൽ ഒരു തവണ ഇട്ട വസ്ത്രം പിന്നെ മിസ്അബ് തങ്ങൾ ധരിക്കില്ലായിരുന്നു. അടിക്കുന്ന സുഗന്ധം കിലോമീറ്ററുകളോളം ദൂരത്തിൽ അടിച്ചു വീശുമായിരുന്നു എന്റെ സുഗന്ധം. അത്രയ്ക്ക് കോടീശ്വരനായിരുന്നു. ഉമ്മ പറഞ്ഞത്, മോനെ എന്റെ ബിസിനസ് സ്ഥാപനങ്ങൾ, എന്റെ കൊട്ടാരങ്ങൾ, എന്റെ തോട്ടങ്ങൾ ഒന്നും ഞാൻ നിനക്ക് തരൂല, ഞാനെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുക്കും. അതുകൊണ്ട് വേഗം എന്റെ അടുത്തേക്ക് വന്നു. നമ്മളായിരുന്നെങ്കിലോ നമ്മള് 100 രൂപ തന്ന, 1000 രൂപ തന്ന നിസ്കാരം മുടക്കാൻ നമ്മൾ തയ്യാറാ, പർദ്ദ ഊരാൻ നമ്മൾ തയ്യാറാ, താടി വടിക്കാൻ നമ്മൾ തയ്യാറാ, ഇല്ലേ? എന്നാൽ മിസ്അബ് ബിൻ ഉമൈർ തങ്ങൾ പറഞ്ഞു, ഉമ്മയോട് പറഞ്ഞു, ഉമ്മ നിങ്ങളൊന്ന് തിരിഞ്ഞു നിൽക്കണം. ഇട്ടിരുന്ന കമീസ് ഊരി മേശപ്പുറത്ത് വെച്ചു, ഔറത്ത് മാത്രം വെളിവാക്കിക്കൊണ്ട്, ഔറത്ത് മാത്രം മറച്ചുകൊണ്ട് ബാക്കിയെല്ലാം ഇട്ടിരുന്ന കമീസ് ഊരി വെച്ചിട്ട് പറഞ്ഞു, ഉമ്മ ഇത് നിങ്ങളുടെ സമ്പത്ത് ഉപയോഗിച്ച് വാങ്ങിയ വസ്ത്രമാണ്, എനിക്ക് വേണ്ട. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ്യം വറസൂലാ. ഈ ഒറ്റ ദിക്റാണ് നമുക്ക് പറയാനുള്ളത്. ഏതാണ്? റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ്യൻ വറസൂലാ. നമ്മൾ ഹദ്ദാദ് ചൊല്ലുന്നത് എന്താണ്? റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ്യ. അതിന്റെ കൂട്ടത്തിൽ വറസൂല എന്നുകൂടി ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചേർത്ത് പറഞ്ഞത്. ഒന്നുകൂടി പറയാം, റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യൻ വറസൂല. ഈ ദിക്ർ സുബഹി നിസ്കാരം കഴിഞ്ഞ ഒരു 3 വട്ടം, അതുപോലെ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞൊരു 3 വട്ടം നമ്മൾ ഹദ്ദാദി ചൊല്ലും. അത് കൂടാതെയാണ് ഈ പറയുന്നത് രാവിലെയും വൈകുന്നേരവും. ഉമ്മമാരെ, ഒരു ദിവസത്തിൽ 6 വട്ടം നിങ്ങളത് ചൊല്ലിക്കൊള്ളി. 24 മണിക്കൂറിനുള്ളിൽ 6 തവണ നിങ്ങൾ രാവിലെയും വൈകുന്നേരവുമായിട്ട് ചൊല്ലിയാൽ അള്ളാഹു നിങ്ങളെ ആദരിക്കും. സ്വർഗം കണ്ടു മരിക്കാം, പാപങ്ങൾ പൊറുക്കാം, മിസ്അബ് തങ്ങളോടൊപ്പം സ്വർഗത്തിൽ പോകാം. മിസ്അബ് തങ്ങളുടെ അവസാനം മുത്തനബി തങ്ങൾ പോലും കരഞ്ഞുപോയ, മലക്കുകൾ അത്ഭുതപ്പെട്ടു പോയ മരണമായിരുന്നല്ലേ എന്ന് ചരിത്രം പഠിക്കുക. ആ ചരിത്രം പറയാൻ സമയമില്ല. ആ മിസ്അബ് തങ്ങൾ മുറുകെ പിടിച്ചിരുന്ന മഹാരഥന്മാരാകുന്ന സ്വഹാബത്ത് എല്ലാവരും ചൊല്ലിയിരുന്ന ഈ ദിക്ർ നിങ്ങൾ മുറുകെ പിടിച്ചാൽ ഈമാൻ വർദ്ധിക്കും, ഈമാന്റെ മാധുര്യം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ പഠിക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. ഇൻഷാ അല്ലാഹ് പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം. കുറഞ്ഞ സമയം കൂടുതൽ അറിവ്. നിങ്ങൾ ഇരുത്തി ആരെയും ബുദ്ധിമുട്ടിക്കില്ല, വലിച്ചു നീട്ടി വെറുതെ സമയം കളയില്ല. പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കലാണ് ഈ ചാനലിന്റെ ഉദ്ദേശം. നിങ്ങൾക്ക് നല്ലത് പറഞ്ഞു തരണമെന്ന ആഗ്രഹമാണ്, സമയം കളയണമെന്നല്ല. അതുകൊണ്ട് നല്ല നല്ല അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഇത് ഏറ്റെടുക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസിയത്ത് അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനിക്കുമാറാകട്ടെ, സന്തോഷം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം ഈ വിനീതൻ നേതൃത്വം കൊടുക്കുന്ന എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ബദറിൻ തീരം എന്നൊരു ആത്മീയ മജ്ലിസ് ഉണ്ട്. എല്ലാ ദിവസവും രാത്രി 9 മണിക്കാണ് ബദറിൻ തീരം എന്നാണ് ആ ചാനലിന്റെ പേര്. ഇൻഷാ അല്ലാഹ് ആയിരങ്ങൾ സംഗമിച്ച് തിബ്ബുസ് സ്വലാത്തും അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറും ഒക്കെ ചൊല്ലുന്ന പ്രാർത്ഥനാ സദസ്സാണ്. മഹാന്മാരുടെ ജീവിത ചരിത്രം പാടി പറയുന്ന മജ്ലിസാണ്. ഇൻഷാ അല്ലാഹ് ഇത് പുണ്യ റബീഉൽ അവ്വലാണ്. ആ റബീഉൽ അവ്വലിൽ മുത്ത് നബി നിത്യവസന്തം എന്ന മനോഹരമായ വിഷയം, നബി തങ്ങളുടെ ജീവിത ചരിത്രത്തിന്റെ ഓരോ ഭാഗങ്ങളും ഇൻഷാ അല്ലാഹ് ഇമ്പമാർന്ന മദ്ഹിലൂടെ, പാട്ടിലൂടെ പാടി പറയുന്ന ഒരു മജ്ലിസാണ്. അതിലെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ മജ്ലിസിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അല്ലാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ പുതിയ അറിവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങളൊക്കെ ദുആരക്കണം, അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ ഊസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.